ഹലോ, വെൽക്കം ടു സയൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ സൈക്കോളജിയിലെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? ഒരു ഗോൾ ഓറിയന്റഡ് ബിഹേവിയറിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയർ ആക്ടിവേറ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്റേണൽ പ്രോസസ്സാണ് മോട്ടിവേഷൻ. മോട്ടിവേഷന് 3 സോഴ്സസ് ഉണ്ടെന്നാണ് പറയുന്നത്: ഡ്രൈവ്, ഇൻസെന്റീവ്സ്, ഇൻസ്റ്റിങ്ക്റ്റ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിസിയോളജിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഇന്റേണൽ നീഡ്സ് ആണ് ഡ്രൈവ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലേൺ ചെയ്തെടുക്കുന്ന ബിഹേവിയർ, നമ്മളെ ചുറ്റുപാടുന്ന് ലേൺ ചെയ്തെടുക്കുന്ന ബിഹേവിയേഴ്സ് ആണ് ഇൻസെന്റീവ്സ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആയിട്ട് കിട്ടുന്നത്, നമ്മൾ ജനിക്കുമ്പോൾ മുതലേ കിട്ടുന്ന ഇൻബോൺ ടെൻഡൻസീസ് ആണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന് കുറച്ചധികം തിയറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡ്രൈവ് തിയറി അല്ലെങ്കിൽ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. നമുക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി നീഡ് ഉണ്ടാകുമ്പോഴാണ് ഡ്രൈവ് ഉണ്ടാകുന്നത്. ക്ലാർക്ക് ഹാൾ ആണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ഓർഗാനിസം അതിൻ്റെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എപ്പോഴും മോട്ടിവേറ്റ് ആകുമെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ്റെ ഫസ്റ്റ് തിയറി കഴിഞ്ഞു, ഡ്രൈവ് തിയറി. ഈ രണ്ടാമത്തെ തിയറിയാണ് ഇൻസെൻറ്റീവ് തിയറി. ഇതിൽ പറയുന്നത് നമ്മുടെ ബിഹേവിയർ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ഗോളിന് പറ്റുന്നതാണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഗോളിന് നമ്മുടെ ബിഹേവിയർ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അടുത്ത തിയറി ആയിട്ട് പറയുന്നത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എബ്രഹാം മാസ്ലോ ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹ്യൂമൻ നീഡ് 5 ലെവലായിട്ടാണ് ഇവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെ 5 ലെവലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആണ് ഫിസിയോളജിക്കൽ നീഡ്, നമ്മൾ ഫുഡ്, വാട്ടർ, ആ കാര്യങ്ങളൊക്കെ. പിന്നെ സേഫ്റ്റി നീഡ്, നമ്മൾ ഷെൽട്ടർ, സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, ഫ്രണ്ട്സ്, അതുപോലെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. സെൽഫ് എസ്റ്റീം, സൊസൈറ്റിയിൽ നല്ലൊരു വാല്യൂ ഉണ്ടാവുക എന്നുള്ളത്. അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ലെവല്. ഇതിലോട്ട് എത്താൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു യുണീക്ക് പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യുന്ന സ്റ്റേജ്. ഇനി ഈ 5 ലെവലിനെയും 2 നീഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബേസിക് നീഡും ഗ്രോത്ത് നീഡും. ബേസിക് നീഡിൽ വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. ഗ്രോത്ത് നീഡിൽ സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനും. ഇനി അടുത്ത തിയറി ആയിട്ട് വരുന്നതാണ് എറൗസൽ തിയറി. അപ്പം എറൗസൽ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഫിസിയോളജിക്കൽ എറൗസൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കാര്യങ്ങൾ പെർഫോം ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ദാഹമുണ്ട്, ഇപ്പം ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന ഒരു കാര്യം പെർഫോം ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഫിസിയോളജിക്കൽ ഒപ്റ്റിമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എറൗസൽ തിയറിയിൽ പറയുന്നത്. അടുത്ത തിയറി ആയിട്ട് പറയുന്നതാണ് ഗോൾ സെറ്റിംഗ് തിയറി. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള വെൽ ഡിഫൈൻ ആയിട്ടുള്ള അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോള് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കൊരു ഗോളുണ്ട്, ആ ഗോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മോട്ടിവേറ്റഡ് ആകും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അടുത്ത തിയറി ആയിട്ട് വരുന്നതാണ് എവല്യൂഷണറി തിയറി. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് ഹ്യൂമൻ മോട്ടീവ്സും അതുപോലെ അതർ സ്പീഷീസും നേച്ചുറൽ സെലക്ഷൻ്റെ പ്രൊഡക്ട്സ് ആണെന്നാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയേഴ്സും കൊഗ്നിഷനും മനസ്സിലാവുന്നത് ലെൻസ് ഓഫ് അഡാപ്റ്റേഷനിലൂടെയും നേച്ചുറൽ സെലക്ഷനിലൂടെയും അതുപോലെ റീപ്രൊഡക്റ്റീവ് സക്സസിലൂടെയാണെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അടുത്ത തിയറി ആയിട്ട് പറയുന്നതാണ് കൊഗ്നിറ്റീവ് ഡിസണൻസ് തിയറി. ലിയോൺ ഫെക്സ്റ്റിംഗർ ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് 1957. ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 കോൺഫ്ലിക്റ്റിംഗ് ബിലീഫ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഡിസ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റേണൽ ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു, പക്ഷെ എനിക്കൊരു അഫയർ ഉണ്ട് പുറത്ത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും തമ്മിൽ ചേരില്ല. അപ്പോൾ നമ്മളിത് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു ഡിസ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ഡിസ്ട്രെസ് കുറയ്ക്കുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ അഫയർ ഉണ്ടാകുന്നത് ഈ ചെക്കനെ കാണാൻ കൊള്ളൂല, അല്ലെങ്കിൽ ഇവർ നന്നായിട്ട് നോക്കണില്ല, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പുറത്തുള്ള ഒരു അഫയർ ഉണ്ടാകുന്നത് എന്ന് പറയുന്നിട്ട് നമ്മളെ ടെൻഷൻ, ആ ഒരു ഡിസ്ട്രെസ് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടെൻഡൻസിയിലാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറിയിൽ പറയുന്നത്.